ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചോറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് വാർത്ത് വെക്കാം. ചോറ് വാർത്ത് വെക്കാം കേട്ടോ. നിങ്ങളൊക്കെ ചോറ് കുത്തിയാണോ ചെയ്യാൻ? ഇവിടെ വാർക്കുകയാണ് കേട്ടോ. ചോറിനെ വാർക്കാൻ വെച്ചിട്ട് ഇങ്ങനെ തുണിയോടെ വെച്ചാൽ അതവിടെ ഇരുന്നോളൂ. അപ്പം അങ്ങനെ ചോറിൻ്റെ പണി കഴിഞ്ഞു. ചോറൊക്കെ സെറ്റായി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് സാമ്പാർ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് പയറിരിക്കുന്നുണ്ട്. അപ്പോൾ പയർ ഉപ്പേരി വെക്കണം. ഞങ്ങളിവിടെ ഉപ്പേരി എന്നാട്ടാ പറയാം, തൃശ്ശൂർ. അപ്പോൾ പയർ ഉപ്പേരി വെക്കണം, സാമ്പാർ വെക്കണം, പിന്നെ പപ്പടം കാച്ചണം, പറ്റുകയാണെങ്കിൽ ഒരു ചമ്മന്തി. അച്ചാർ ഇവിടെ ഉണ്ട്, നെല്ലിക്കച്ചാറുണ്ട്, മാങ്ങാച്ചാറുണ്ട്. അപ്പോൾ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സാമ്പാറിൻ്റെ പരിപാടി നോക്കാം. ഇപ്പോൾ നന്നായി കഴുകി വെച്ചിട്ട് കുറച്ച് പരിപ്പെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് കട്ടിയാവണതൊന്നും ഇവിടെ ഇഷ്ടമല്ല ആർക്കും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. പരിപ്പ് വേകുമ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം. ഇത് വേവിക്കാൻ വെക്കട്ടെ. അപ്പോൾ നമ്മൾ കുക്കർ എടുപ്പത്ത് വെച്ചു. തേങ്ങ ഞാനിവിടെ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് തേങ്ങ കേട്ടോ എടുക്കണുള്ളൂ. പിന്നെ പയറുണ്ട്, നമുക്ക് തക്കാളി ഉണ്ട്, ഒരു കഷ്ണം മത്തങ്ങ ഉണ്ട്, ഒരു കുമ്പളങ്ങയുടെ പീസുണ്ട്. ഇനി നമുക്ക് 2 സവോളയും ഒരു ഉരുളൻകിഴങ്ങും കൂടി ചേർത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. നമ്മൾ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒരു കലത്തിൽ നിറച്ച് വെക്കിട്ടാ കുട്ടികൾക്ക് തിളപ്പിച്ചാറ് വെള്ളം കൊടുക്കാനായിട്ട്. അരക്കല വെള്ളമായിട്ടുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ തിളപ്പിക്കാൻ വെക്കട്ടെ. നമ്മൾ കെറ്റിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അപ്പോൾ അതവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോൾ നമുക്ക് പരിപ്പ് വെന്തിട്ട് കേട്ടോ ഗൈസ്. ഇത് കണ്ടിട്ട് ചിരിക്കരുത്, ഇവിടെ ഓണത്തിൻ്റെ കായ്ക്കൊലയാണ്. 4 കൂടി ഉണ്ട്. പറ്റുകയാണെന്ന് വെച്ചാൽ നമുക്കത് പഴംപൊരി ഉണ്ടാക്കാം. അപ്പം പരിപ്പ് ഇതവിടെ വെന്ത് സെറ്റായിട്ട് കാണാനുണ്ടോ ഗൈസ്? പരിപ്പ് കുറച്ച് പരിപ്പിട്ടിട്ടുള്ള അത് നന്നായി വെന്തിട്ട് കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ സെറ്റായി. നമ്മളിതാ കഴുകി വെച്ചിട്ടുള്ള കഷ്ണങ്ങളും ഇടാട്ടോ. വീട്ടിൽ തന്നെ പുഴുങ്ങി ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടി. അത് ചെറിയൊരു സ്പൂൺ ഇട്ടുണ്ട്. ഒരു നമ്മൾ കൂടി ഇടാട്ടോ, മതി. നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നിറച്ച് മുളക് പൊടി ഇടാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇടാട്ടോ. ഞാൻ ഇവിടുത്തെ അളവുകളാണ് പറയുന്നത്. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട്. കല്ലുപ്പിടാം. ബാക്കി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ആ ആവിയിൽ ഇരുന്നിട്ട് അത് വെന്തോളും. കുറച്ച് പുളി വെള്ളത്തിലിടട്ടെ കേട്ടോ. സാമ്പാറിലേക്ക് പുളി, ഒരു നെല്ലിക്കായ, ഒരു ചെറുനാരങ്ങ വലിപ്പം, അങ്ങനെയൊക്കെ പറയും. എനിക്കങ്ങനെ കണക്കൊന്നും ആളാകുമ്പോൾ പറഞ്ഞില്ല. അത്ര പുളി എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ കഴിക്കാം. പുളി പുളി നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ അതവിടെ സെറ്റ് ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് തേങ്ങ വറുത്ത് വയ്ക്കാം. സാമ്പാറിനുള്ള തേങ്ങ വറുത്ത് വയ്ക്കാം. തേങ്ങ വറുക്കട്ടെ കേട്ടാ.
കഷ്ണം, എത്ര ഒരു കഷ്ണം കായം, പിന്നെ കുറച്ച് ഉലുവ, കുറച്ച് തേങ്ങ ചെറിയതും, ഒരു 4-5 അല്ലി ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില. ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ വറുക്കണം. ലാസ്റ്റ് നമ്മളൊരു സ്പൂൺ നിറയെ മല്ലിപ്പൊടി കൂടി ഇടും. അങ്ങനെയാണ് നമ്മൾ തേങ്ങ വറുത്ത് വയ്ക്കുക. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം നമുക്ക് കായം ഇടാം. കായം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പരത്തിയിട്ടിട്ട വേഗമാവട്ടോ, വേഗം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പരത്തിയിട്ടുണ്ട്. നമുക്കിതിലേക്കിടാം. പരത്തിയിട്ടല്ലേ പെട്ടെന്ന് കായം മുരിഞ്ഞ് കിട്ടും. കായം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ ഉലുവ ഇടുക. ഒരു ചെറിയൊരു സ്പൂൺ നിറയെ ഉലുവ ഇടും. ഉലുവ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചിരകിയതും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായി മൂപ്പിച്ചിടും. കണ്ട കായം കണ്ടാൽ നന്നായി വീർത്ത് വരുന്നുണ്ട്. നമ്മൾ പരത്തിയിട്ട് കാരണം പെട്ടെന്നാവും. നമുക്ക് ഉലുവിടാം. ഏകദേശം ഇത് എത്ര ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവൊന്ന് പൊട്ടട്ടെ. പൊട്ടിയിട്ടാണ് നമുക്കിതിലേക്ക് ചുവന്നുള്ളി, കറിവേപ്പില, ഉള്ളി, തേങ്ങ, കറിവേപ്പില എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് മാറ്റി ചേർക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നോക്കിയിട്ട് അപ്പം നല്ല സ്മെല്ല് വരും കിട്ടാൻ. കായം അധികം നോക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. നമ്മുടെ കഷ്ണങ്ങളപ്പുറത്ത് വെന്തിട്ട് ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആവിയിലിരുന്ന് വേവട്ടെ. അതിന് അല്ലെങ്കിൽ വേഗം കരി. നമ്മൾ തീ കുറച്ച് വെച്ചു. നമുക്കൊരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി. ഇത് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി കേട്ടോ, പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണ് സാമ്പാർ പൊടി ചേർത്താൽ. ഇവിടെ ഇപ്പോൾ ഇതാണെന്നുള്ളത് അപ്പോൾ ഞാൻ ചേർത്തോളൂ മാത്രം. പ്രൊമോഷൻ പോയിട്ട് സബ്സ്ക്രൈബർ ആകെ 4 സബ്സ്ക്രൈബറായിട്ടുള്ളൂ. ഓ ഗൈസ്, കറണ്ട് പോയി ഗൈസ്. അപ്പോൾ ഇത് സെറ്റായി. നമുക്ക് തീ ഓഫ് ചെയ്യട്ടോ. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ടിരുന്നല്ലോ, അപ്പോൾ ആ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അത് ഇതിൽ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് പുളിവെള്ളം ചേർക്കാം. പുളി നന്നായി തിളച്ച് വേവണം. എന്നിട്ട് വേണം നമുക്ക് വറുത്ത് വെച്ചിട്ട് തേങ്ങ മിക്സിയിൽ നന്നായി അരച്ചിട്ട് അതിൽ ചേർക്കാം കേട്ടോ. തക്കാളി ഇല്ലേ, 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അതും കൂടി ഇതിലേക്ക് അരിഞ്ഞിടാം. തക്കാളി പിന്നെ വേഗം വേവും, അതുകൊണ്ടത് ലാസ്റ്റ് ചേർത്താലും മതി. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വെന്ത് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ പോയിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. കറണ്ട് വന്നിട്ടുണ്ട്.
വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ രാവിലത്തെ പണികളാണ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്. അത് ഞാനതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇന്ന് വെള്ളയപ്പവും മുട്ടക്കറി ആയിരുന്നു. ഇന്ന് നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ